വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയ ചില ടെക്നിക്സ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡെയിലി എക്സസൈസസ് ആണ്. ഇത് ആര് ചെയ്യുവാണെങ്കിലും നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാഡോയിങ് ടെക്നിക്. ഇത് നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനായിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂസ് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ സ്പീച്ചസ്, പോഡ്കാസ്റ്റ് ഒക്കെ പ്ലേ ചെയ്യാം. എന്നിട്ട് ഓരോ സെന്റൻസ് കഴിയുമ്പോഴും ഒരു പോസ് ചെയ്തിട്ട് എന്താണോ എക്സാക്ട്ലി ആ സെന്റൻസ് പറഞ്ഞതെന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് സെയിം ടോണിലായിരിക്കണം, സെയിം സ്പീഡിലായിരിക്കണം. ഇത് നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ, റിതം ആൻഡ് നാച്ചുറൽ സെന്റൻസ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ടെഡ് ടോക്സിൽ കിട്ടും, അതല്ലേ BBC ലേണിംഗ് ഇംഗ്ലീഷിൽ കിട്ടും, CNN ഇന്റർവ്യൂസിലും കിട്ടും. ഇനിയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എൻ്റെ അടുത്ത് ആരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കണം, എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിലും ഞാൻ മസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു സജഷൻ ആണ് ഡെയിലി പ്രാക്ടീസ്. ആൻഡ് ഇത് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരാളില്ല കൂടെ എന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ഒറ്റയ്ക്ക് ഒരു മിറർ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഇനി എന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുക, ആ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പടം കണ്ടിട്ട് ആ പടം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് ജോലിയിൽ എന്തെങ്കിലും ജോലി സ്ഥലത്ത് എന്തെങ്കിലും വിശേഷങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒറ്റ വാക്കി പറയാണ്ട് ഒരു പാരഗ്രാഫ് എങ്കിലും കുറച്ചധികം സെൻറ്റൻസസ് ആയിട്ട് പറയാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴുള്ള ഹെസിറ്റേഷൻ മാറ്റാനും പിന്നീട് ഒരു ഗ്രൂപ്പിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അത് പേടി കൂടാണ്ട് സംസാരിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്പർ 3, 5 ന്യൂ വേർഡ്സ് റൂൾ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5 പുതിയ വേർഡ്സ് പഠിക്കാം. എന്നിട്ട് ആ വേർഡ്സിൽ 2 സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് 24 hours നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എക്സാമ്പിൾ എക്സോസ്റ്റഡ് എന്നുള്ളതാണെങ്കിൽ ഒരു സെന്റൻസ് I felt exhausted after the meeting എന്ന് പറയാം. അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണെങ്കിൽ I felt mentally exhausted after back-to-back discussions എന്ന് നിങ്ങൾക്ക് പറയാം. ഇനിയുള്ളത് കേൾക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റാർട്ട് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സൊക്കെ മാറ്റി കഴിയുവാണെങ്കിൽ ഈ മലയാളത്തെ ആലോചിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റി പിന്നെ അത് സംസാരിക്കുക, എത്രയും ടൈം നിങ്ങൾക്ക് ഒറ്റയടിക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസസും തോട്ട്സും എല്ലാം ആദ്യമേ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് എന്നിട്ട് അത് പതിയെ അഡ്വാൻസ്ഡ് ആക്കി മാറ്റുക. അതിനുശേഷം നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സമയം മൊത്തം നിങ്ങൾക്ക് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങാനായിട്ട് പറ്റും. സോ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഐ എം ടെല്ലിങ് യു കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നിയേക്കാം, പക്ഷെ പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ്. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ ഫ്യൂച്ചർ. സോ സ്റ്റാർട്ട് തിങ്കിങ് ഇൻ ഇംഗ്ലീഷ് ടുഡേ. നമ്പർ 5, റെക്കോർഡ് യുവർ സെൽഫ്. ഒരു ടോപ്പിക് എടുത്തിട്ട് 2-3 മിനിറ്റുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾ തന്നെ ഇരുന്ന് കേൾക്കുക, സെൽഫ് അനലൈസ് ചെയ്യുക. എവിടെയാണ് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായത്, അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ ഇഷ്യൂസ് എവിടെയാണ് വന്നത്, അതും അല്ലെങ്കിൽ റിപ്പീറ്റഡ് വേർഡ്സ് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആക്ച്വലി എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പീറ്റഡ് വേർഡ്സ് എവിടെയാണെന്ന് നിങ്ങൾക്ക് തന്നെ സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ട്രെയിനറുമായിട്ട് സംസാരിച്ചിട്ട് ആ ഒരു പ്രോബ്ലം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. ഇത് കുറച്ച് വീക്സ് ആയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അതിലുള്ള ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്രയും പോയിന്റ്സ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലേ? ഇതേപോലെ കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2 ടു നോ ദോസ് പോയിന്റ്സ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഓർത്ത് വെക്കുക. ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ, അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇത് ആർക്കായാലും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടെക്നീക്സ് ആണ്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം. ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും എല്ലാ ഏരിയാസും കവർ ചെയ്ത് ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കോഴ്സ് എന്ന് കോമെന്റ് ചെയ്താൽ മതി. വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു സൂൺ. ഓൾറൈറ്റ്, സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. താങ്ക് യു. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.